ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ICT 10ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. 3 വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കി അതുപോലെ ടെക്സ്റ്റുകളൊക്കെ ചേർക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു പക്ഷിയെ കാണാം, അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാം. അപ്പോൾ പക്ഷിയുടെ ചുണ്ടിലൊരു ഒലിവ് മരവും അതിൻ്റെ ഒലിവ് ചില്ലയും അതിൻ്റെ ഇലകളും കാണാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളത് പരിശോധിക്കാം. ആദ്യമായി നമുക്കൊരു സർക്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സർക്കിൾ ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യണം. സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് കൃത്യമായ ഒരു സർക്കിൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ കീബോർഡിലുള്ള CTRL ഇടതുവശത്ത് താഴെ കാണുന്ന ആ കൺട്രോൾ എന്ന കീ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊണ്ടിട്ടാണ് ഇത് വരയ്ക്കുന്നതെങ്കിൽ അതൊരു കൃത്യമായൊരു വലുപ്പത്തിലേക്ക് അതിൻ്റെ ആ ഒരു സർക്കിൾ കൃത്യമായിട്ട് വരുന്നതിന് സഹായിക്കുന്നതാണ്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഇനി അത് അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്കൊന്ന് അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ കൺട്രോൾ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അലൈൻമെൻറ്റ്, ആ ഒരു വലിപ്പം, ആ ഒരു റേഷ്യോ മാറാതെ തന്നെ നമുക്ക് വരയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് ഒരു ലൈറ്റ് കളറാണ് കൊടുത്തു തുടങ്ങേണ്ടത്. അപ്പോൾ ഇതൊരു ലൈറ്റ് കളർ, അതിനുള്ളിലേക്ക് ഡാർക്ക് കളറുകൾ കൊടുക്കുന്ന രൂപത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തതായി ചെയ്യേണ്ടത് ഇതിനുള്ളിൽ ഒരു ഡാർക്ക് കളറ് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഡാർക്ക് കളറ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എടുക്കാം. ഈ വരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ടാണ് നമ്മളതിൻ്റെ ഒരു ഡാർക്ക് നിറം കൊടുക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് എഡിറ്റിലെ ഡ്യൂപ്ലിക്കേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അത്തിരി കൂടി ഡാർക്ക് കളറ് അതിന് കൊടുക്കാം. ഇപ്പോൾ ഡാർക്ക് കളറ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു വലിപ്പം കുറച്ച് ഒന്ന് ചെറുതാക്കുകയാണ്. അപ്പോൾ കൃത്യമായി അതിൻ്റെ ഉള്ളിലേക്ക് വലിപ്പം വരുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഷിഫ്റ്റും അതുപോലെ കൺട്രോൾ കീയും. ഇടതുഭാഗത്ത് താഴെ കാണുന്ന ആ 2 കീയും ഒരുമിച്ച് പ്രസ് ചെയ്യുകയാണ്. കൺട്രോളും ഷിഫ്റ്റും ഈ 2 കീ ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മളിതൊന്ന് ചെറുതാക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായി വരുന്നതായിട്ട് കാണാം. ഇനി വീണ്ടും നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. വീണ്ടും ഒരു ഇത്തിരി കൂടി ഡാർക്ക് കളറ് കൊടുക്കുകയാണ്. സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കൺട്രോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. വീണ്ടും എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. വീണ്ടും ഒരു ഇത്തിരി കൂടി ഡാർക്ക് കളർ കൊടുക്കുന്നു. കൺട്രോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. ഇതിങ്ങനെ ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് കൂടുതൽ സർക്കിളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു കളർ കൊടുക്കാം. വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വിവിധ സർക്കിളുകൾ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഇനി ഒരുപക്ഷെ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്ന് അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു മാർഗമുണ്ട്. നമുക്ക് അലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സർക്കിളുകൾ മാറിയിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്കൊന്ന് സെൻറ്ററിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അലൈൻ ടൂൾ. ഈ അലൈൻ ടൂൾ ലഭിക്കുന്നതിന് ഒബ്ജക്റ്റിന് താഴെ വശത്ത് അലൈൻ ഡിസ്ട്രിബ്യൂട്ട് എന്ന് കാണാം. ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് ഈ വലത് ഭാഗത്ത് കാണുന്നത്. ഷിഫ്റ്റും കൺട്രോൾ കീയും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്താലും ഈ ഒരു വിൻഡോ ലഭിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു മാർഗത്തിൽ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എടുക്കാം. അതിനുശേഷം അലൈൻ ചെയ്യേണ്ട സർക്കിളുകൾ, ഇപ്പോൾ ഈ ഒരു സർക്കിളുകളാണ് നമുക്ക് അലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് മാത്രം ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ താഴെ മറ്റു സേനോ അതൊന്നും വരാത്ത തരത്തിൽ സെലക്ട് ചെയ്യണം. ശേഷം നമുക്ക് ഈ അലൈൻ എന്നതിന് താഴെ സെൻറ്റർ ഓൺ വെർട്ടിക്കൽ ആക്സിസ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന മറ്റൊന്നാണ് സെൻറ്റർ ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ്. ഇതും കൂടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് പൂർണ്ണമായും അതിനുള്ളിലേക്ക് വരുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ഒരൊറ്റ ഒബ്ജക്റ്റാക്കി മാറ്റാം. അങ്ങനെ ഒറ്റ ഒബ്ജക്റ്റാക്കി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്രൂപ്പിംഗ്. അത് ഒബ്ജക്റ്റിൽ തന്നെയാണുള്ളത്. ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് എന്നത് ചെയ്യുന്നതോടെ ഇതൊരു ഒറ്റ ഒബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിന്ന് വേണമെങ്കിൽ ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്തും കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഷ്യോ മാറാതെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കൊരു പക്ഷിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ പക്ഷിയെ കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഉപയോഗം കഴിഞ്ഞാൽ ഈ വിൻഡോകൾ എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും. നമുക്കിനി ആ പക്ഷിയെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നമുക്കിതിൽ ആ ഒരു പക്ഷി പ്രാവിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. ഫയൽ ഇമ്പോർട്ട് വഴി ഉള്ള ഹോമിനകത്തുള്ള സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് ക്ലാസ് 10 എന്നുള്ളതിലെ ഈ ഡോവ് SVG എന്നുള്ളതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വിൻഡോ വരുന്നുണ്ട്, അത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ആ ഒരു ഡോവ് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഒന്ന് റൈറ്റിലേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്
ഈ ഫ്ലിപ്പ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് റൈറ്റ് സൈഡിലേക്ക് മാറുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ അതിൻ്റെ കളർ കൊടുക്കാം. അപ്പോൾ കളർ കൊടുക്കുന്ന സമയത്ത് ഫിൽ കളർ ആണെങ്കിൽ അതിനുള്ളിലേക്കായിരിക്കും കളർ വരിക. നമുക്കതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ മാത്രം വരുമ്പോഴാണ് ആ ഒരു ബ്ലാക്ക് വൈറ്റ് ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ വൈറ്റ് കളർ ക്ലിക്ക് ചെയ്യാം. പക്ഷേ വെറുതെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കായിരിക്കും കളർ ഫില്ലായി വരിക. നമുക്കിത് അൺഡു ചെയ്യാം. അൺഡു ചെയ്യുമ്പോൾ പഴയ രൂപത്തിലേക്ക് മാറുന്നു. ഇനി അതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമുക്ക് കളർ വരേണ്ടത്. ഔട്ട്ലൈൻ മാത്രം കളർ വരുന്നതിന് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ബോർഡർ മാത്രമാണ് വരിക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്ട്രോക്കിന് മാത്രമായിരിക്കും കളർ വരിക. നമുക്കിതിനെ മൂവ് ചെയ്ത് വയ്ക്കാം. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇനി അതിന് വേണ്ട അതിൻ്റെ ചുണ്ടിലൊരു ഒലിവ് ഇല വന്നിട്ടുണ്ട്. ഈ ഒലിവ് ഇല വരയ്ക്കുക എന്നുള്ളതാണ് നമുക്കിനി അടുത്തതായി ചെയ്യേണ്ടത്. നമുക്കിനി അതിൻ്റെ ഒലിവ് ചില്ലയുടെ ആ ഒരു തണ്ടാണ് വരയ്ക്കേണ്ടത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബീസിയർ കർവ് ലൈൻ എന്നുള്ള ആ ഒരു ടൂളാണ്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ താഴേക്കൊന്ന് വരയ്ക്കുകയാണ്. ഈ വരയ്ക്കുന്ന സമയത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു സ്ട്രൈറ്റ് ലൈനിൽ തന്നെ വരുന്നതായിട്ട് കാണാം. എവിടെയാണ് വരേണ്ടത് അവിടെ എത്തിയതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു സൈസിലേക്ക് അത് വരുന്നുണ്ട്. ഇനി അതിൻ്റെ വലിപ്പം വീതി കൂട്ടണമെങ്കിൽ ഈ ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വിഡ്ത്ത് കൂട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊരു 2.5 ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി അതിനുശേഷം നമുക്ക് താഴെ കളർ കൊടുക്കാം. കളർ കൊടുക്കുന്ന സമയത്ത് സ്ട്രോക്കിനാണ് കളർ വരേണ്ടത്. അതുകൊണ്ട് നമുക്കൊന്ന് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ഗ്രീൻ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇനി നമുക്ക് ആ ഒരു ഇതിൻ്റെ ആ ഒരു വളവ് വരുന്ന രൂപത്തിൽ ആ ഒരു സ്റ്റെമ്മ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊന്ന് കർവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എഡിറ്റ് പാത്ത് ബൈ നോഡ്. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലേക്കൊന്ന് വലിക്കാം. അതുപോലെ ഇപ്പുറത്തെ വശത്തും ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിനുള്ളിൽ കളർ ഫില്ലായി വരുന്നുണ്ട് എങ്കിൽ ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് വരികയും ഈ ഫില്ല് ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇത്തരത്തിലായിരിക്കും ഫിൽ കളർ ഉണ്ടെങ്കിൽ സംഭവിക്കുക. ഇപ്പോൾ ഫില്ല് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലാണ് വരുന്നതെങ്കിൽ ഈ ഫില്ല് എന്ത് ചെയ്യുക, ഓഫ് ചെയ്താൽ മതിയാവും. നമുക്ക് ആ ഒരു സ്ട്രോക്ക് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്കിനി ഈ ഒരു സ്ട്രോക്കിനെ അതിലേക്ക് നമുക്ക് ഇലകളാണ് വേണ്ടത്. അപ്പോൾ ഇലകൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ സർക്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് ഇലകൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 2 സർക്കിൾ വരയ്ക്കാം. ഇപ്പോൾ അതിൻ്റെ ഫില്ല് ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സ്ട്രോക്ക് മാത്രം വരുന്നത്. നമുക്ക് ഫില്ലൊന്ന് ഓൺ ചെയ്യാം. ഫില്ല് ഓൺ ചെയ്തതിന് ശേഷം ഒരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്. നമുക്ക് സ്ട്രോക്ക് ആവശ്യമില്ല. ഈ സ്ട്രോക്ക് പെയിൻറ്റ് ഓഫ് ചെയ്യാം. ഇനി മറ്റൊന്ന് ഒരു സർക്കിളും കൂടെ നമുക്കത് വേണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എഡിറ്റിൽ നിന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് 2 സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു റെഡ് കളർ കൊടുക്കാം. അപ്പോൾ ഈ റെഡ് കളറിൻ്റെ ബാക്കിൽ നിൽക്കുന്ന യെല്ലോ കളർ ഇത് തമ്മിൽ ചേരുന്ന ഒരു ഇൻ്റർസെക്ഷൻ ആണ് നമുക്ക് ഇലയുടെ ഷേപ്പിലേക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി ആ ബാക്കിലിരിക്കുന്ന യെല്ലോ നമുക്കൊന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒബ്ജക്റ്റ് ആൻഡ് ഫിൽ ആൻഡ് സ്ട്രോക്കിലെ ഈ ഒപ്പേസിറ്റി എന്നുള്ളത് നമ്മളൊന്ന് കുറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആ ഒരു യെല്ലോ കളർ കാണുന്നത് വരെ ആ ഒരു ഒപ്പേസിറ്റി നമുക്കൊന്ന് കുറയ്ക്കാം. അപ്പോൾ അതിനുശേഷം ഈ 2 ഒബ്ജക്റ്റുകളും കൂടി സെലക്ട് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്കിലുള്ള അത് കാണുന്നത് വരെ ഒപ്പേസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. പാത്തിൻ്റെ അകത്ത് ഇപ്പോൾ രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം പാത്തിനുള്ളിൽ കാണുന്ന ഇൻ്റർസെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറ് മാറി ആ ഒരു നമ്മുടെ ഇൻ്റർസെക്ഷൻ ആയിരുന്ന ആ ഭാഗം മാത്രമായിട്ട് കട്ടായി വരുന്നുണ്ട്. നമുക്കിനി ഇതിന് ഗ്രീൻ കളർ കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഇലയിലേക്ക് വരുന്ന രൂപത്തിലൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചെറുതാക്കുന്ന സമയത്ത് കൺട്രോൾ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അലൈൻമെൻറ്റ് കൃത്യമായിട്ട് ഇതിന് വരുന്നതായിട്ട് കാണാം. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റുകൾ എടുക്കാം. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റുകൾ വഴി നമുക്ക് കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റുകൾ എടുക്കാം. കീബോർഡിലെ കൺട്രോൾ എന്ന കീ പ്രസ് ചെയ്തുകൊണ്ട് ഡി പ്രസ് ചെയ്താലും അതിന് ഡ്യൂപ്ലിക്കേറ്റുകൾ കിട്ടും. നമുക്കങ്ങനെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റുകൾ തയ്യാറാക്കി വെക്കാം. ഇനി ഓരോ ഇലകളെയും നമുക്ക് ഇതിനൊക്കെ ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും ഇതിൻ്റെ അടുത്തേക്ക് എടുത്തു വയ്ക്കാം. അടുത്ത ഇലയും അതുപോലെ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു റൊട്ടേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് മൂവ് ചെയ്യാൻ കഴിയില്ല. വീണ്ടും പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കതൊന്ന് എടുത്ത് വയ്ക്കാനായിട്ട് കഴിയുന്നത്. അതിനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ മൂവ് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒലിവ് ഇല തയ്യാറായിട്ട് നമുക്കിത് ഒരുമിച്ച് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്യാം. ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റ ഒബ്ജക്റ്റായിട്ട് മാറുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ ഈ ഒരു ചുണ്ടിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അപ്പ് ആൻഡ് ഡൗൺ ആരോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി കൃത്യമായി അതിൻ്റെ ഒരു ഡയമെൻഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളുടെ ആ പോസ്റ്റർ തയ്യാറായിട്ട് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു വിൻഡോയാണ് ഓപ്പൺ ആയി വരിക. അതിൽ എക്സ്പോർട്ട് ആസ് എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം എവിടേക്കാണ് ഇത് വരേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാണാം ഹോമിനുള്ളിൽ സ്റ്റുഡൻറ്റ് വർക്ക് 10ലേക്കാണ്. അവിടെ A എന്ന് പറയുന്ന ഡിവിഷൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ച് നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോൾഡറിലേക്ക് പേര് കൊടുക്കുകയാണ്. പേര് കൊടുത്തതിന് ശേഷം പേര് കൊടുക്കുന്ന സമയത്ത് ആ .png എന്നുള്ളത് നഷ്ടമാകാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം സേവ് ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ എക്സ്പോർട്ടഡ് ആയി വരുന്നത് കാണാം. ഇനി ആ സേവ് ചെയ്ത ഫയൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഫോൾഡറിലേക്കാണ് നമ്മൾ സേവ് ചെയ്തത്. പോസ്റ്റർ 3 എന്ന് പറയുന്ന ഈ ഒരു ചിത്രമാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.